നമുക്കെല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുള്ളത് ചോറും കഞ്ഞിവെള്ളവും അരി കഴുകിയ വെള്ളമൊക്കെ നമ്മൾ ഫെർട്ടിലൈസറായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ ആക്ച്വലി അത് നമ്മുടെ സോയിലിൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ളൊരു ബെസ്റ്റ് ബയോളജിക്കൽ സബ്സ്റ്റൻസ് ആണ്. നമ്മൾ വളർത്തുന്ന ചെടികൾക്ക് നല്ല ഹെൽത്തും നല്ല ഈൽഡും കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടത് സോയിലിൻ്റെ ഹെൽത്താണ്. സോയിലിൽ ബയോളജിക്കൽ ആക്ടിവിറ്റീസ് നടക്കാത്ത ഒരു ഹാർഡ് ടൈപ്പ് ഓഫ് സോയിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്താലും നമ്മുടെ പ്ലാന്റ്സിൽ ഒരു റിസൾട്ടും അത് കാണിക്കാൻ പോകുന്നില്ല. ഇൻസ്റ്റെഡ് നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത് സോയിലാണ്. നമ്മൾ ഡെയിലി കഴിക്കുന്ന ചോറ്, അരി കഴുകുന്ന വെള്ളം, കഞ്ഞിവെള്ളമൊക്കെ ഈ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ബയോളജിക്കൽ സബ്സ്റ്റൻസ് ആണ്. മണ്ണിനടിയിൽ ചോറിലെ സ്റ്റാർച്ചും മണ്ണിൻ്റെ നനവും ചേരുമ്പോൾ അവിടെ മൈക്രോബ്സ് ആൻഡ് എൻസൈംസ് ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങും. അതിലൂടെ എർത്ത് വേംസും അതർ ബാക്ടീരിയാസും വളർന്ന് മണ്ണിനെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യും. മണ്ണ് ലൂസാക്കുകയും മണ്ണ് സ്പോഞ്ച് പോലെ ആക്കുകയും മണ്ണിൽ അബ്സോർപ്ഷൻ കൂട്ടുകയും ചെയ്യുന്നതിനാൽ നമ്മൾ എന്ത് ഫെർട്ടിലൈസർ പിന്നീട് അപ്ലൈ ചെയ്താലും അത് ഈസി ആയിട്ട് പ്ലാന്റ്സിന് വലിച്ചെടുക്കാൻ കഴിയുകയും മണ്ണിന് അത് സ്റ്റോർ ചെയ്യാൻ കഴിയുകയും ചെയ്യും. അമൃതിനും ദോഷമാണെന്ന് പറയുന്നത് പോലെ ഇതിൻ്റെ പ്രയോഗം നമ്മൾ കൺട്രോൾ ചെയ്താണ് ചെയ്യേണ്ടത്. ഇൻ 3 വീക്സോ 1 മന്തിലോ ഒരിക്കലോ ഉപയോഗിക്കാൻ പാടുള്ളൂ. കൂടുതൽ ഉപയോഗിച്ചാൽ ഫംഗൽ അറ്റാക്കും മണ്ണിനെ അത് നശിപ്പിക്കുകയും ചെയ്യും, ഓക്സിജൻ ഫ്ലോ കുറയ്ക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ചോറ് ഓവർ ദി ഗ്രൗണ്ട്, മണ്ണിൻ്റെ മുകളിൽ അത് അപ്ലൈ ചെയ്യാൻ പാടില്ല. മണ്ണിൻ്റെ അടിയിൽ തന്നെ ചോറ് കുഴിച്ച് അത് മണ്ണിനോട് ചേർത്ത് മണ്ണ് ഇളക്കിയിട്ട് വേണം, മണ്ണിൽ ഇളക്കി ചേർത്തിട്ട് വേണം ഈ ചോറ് കുഴിച്ചിടാൻ തന്നെയും. മാസത്തിൽ ഒരിക്കൽ അപ്ലൈ ചെയ്യുന്ന ഈ പ്രോസസ്സ് ത്രൂ ഔട്ട് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിൻ്റെ ആരോഗ്യം പുഷ്ടിപ്പെടുകയും അതിൽ ഓക്സിജൻ ഫ്ലോ കൂട്ടുകയും അതിൽ ഒരു അബ്സോർപ്ഷൻ കപ്പാസിറ്റി കൂട്ടുകയും ചെയ്യും. അതിലൂടെ നമ്മുടെ പ്ലാന്റ്സിലെ ഈൽഡും അതിൻ്റെ ഹെൽത്തും ഇംപ്രൂവൈസ് ചെയ്യുകയും ചെയ്യും. കൂടുതൽ ഈൽഡ് കിട്ടുകയും രോഗപ്രതിരോധ ശക്തി കൂട്ടുകയും ചെയ്യും.